ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 15 നമ്മുടെ മാർക്കറ്റ് എന്തുവാണ് ഓൾമോസ്റ്റ് ഒക്കെ ഒരു ഒരാഴ്ച നല്ല റേഞ്ച് ഒക്കെ നിന്നതിന് ശേഷം ഒരു വൈൽഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്ന ദിവസമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച കടന്നു പോയത്. സോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ലെവൽസൊക്കെ ഞാൻ ഈ നാളത്തേക്ക് വേണ്ടി വരച്ചു വെച്ച ലെവൽസാണ്. സോ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്യുവർലി നമ്മുടെ നിഫ്റ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ഒറ്റ അടിക്ക് തിരിച്ച് കയറി നമ്മുടെ എല്ലാ റെഫറൻസ് ലെവലിനും മുകളിൽ പോയി ബുള്ളിഷ് റെഫറൻസിൻ്റെ ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെയിം അതേപോലെ വി ഷേപ്ഡ് റിക്കവറി ആയിരുന്നു സംഭവിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവായ ന്യൂസ് ആയിരുന്നു നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ. പക്ഷേ അമേരിക്കൻ മാർക്കറ്റിലെ ഒന്ന് രണ്ട് ഡേറ്റാസൊക്കെ നെഗറ്റീവായതും കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്തോ ഉണ്ടായെന്നൊക്കെയാണ് തോന്നുന്നത്. പിന്നെ HDFC ബാങ്കിൻ്റെ ന്യൂസ് അങ്ങനെയുള്ള പുതിയൊരു സമ്മിശ്രമായ ഒരു നെഗറ്റീവ് ഡേറ്റ വന്നത് കാരണം നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് പോവുകയും ഷോർട്സിനെ ഇൻവൈറ്റ് ചെയ്ത് താഴേക്ക് വന്ന മാർക്കറ്റ് ഷോർട്സിനെ കവർ ചെയ്യിപ്പിച്ച് തിരിച്ച് കയറിപ്പോയ അവസ്ഥയായിരുന്നു വെള്ളിയാഴ്ച സംഭവിച്ചത്. സോ മാർക്കറ്റ് പ്രൊഫൈലിൽ ഈ ഒരു ട്രേഡ് സെറ്റപ്പിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ എക്സ്ട്രീം ഡേ എന്ന് പറയും. ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നത്. സോ നമ്മുടെ മാർക്കറ്റ് യൂഷ്വലി ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആസ് എ മാർക്കറ്റ് പ്രൊഫൈറ്റർ അതിന് ഫോളോ അപ്പ് കിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. 90% 93% ഫോളോ അപ്പ് തരാതെ വളരെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമേ അതിൻ്റെ ഫോളോ അപ്പ് സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പോ ഡൗണോ ആയാൽ ഏത് സൈഡിലാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്യണത് ആ സൈഡിലേക്കുള്ള പൊസിഷൻ നമ്മൾ ക്യാരി ചെയ്യാൻ പാടില്ല എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരിക. സോ അത് പ്രകാരം നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ല ഹൈ ക്ലോസിലായിരുന്നു, അപ്പ് സൈഡിലായിരുന്നു ക്ലോസ് ആയിരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ഈ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല. അത് ആ റൂൾ അങ്ങനെയാണ്. നമ്മൾ ആസ് എ കോൺടെസ്റ്റ് എന്തുവാണ് ട്രേഡേഴ്സായ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മളത് ചെയ്യാൻ പാടില്ല. സോ യൂഷ്വലായി നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് നോക്കേണ്ടത് നിഫ്റ്റിയിൽ നമ്മൾ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ 25,000 വരുമോ എന്ന് ചോദിച്ചുള്ള തമ്പനയിലെ നിങ്ങളുടെ ആൻസർ തരണമെങ്കിൽ മാർക്കറ്റ് ഈ പറഞ്ഞ 24,840 അല്ലെങ്കിൽ 850 പറഞ്ഞ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് LVN സോണിന് മുകളിൽ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന സെല്ലിങ്ങിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 25,000 വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 24,850 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,963 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,093 പറഞ്ഞ ഈ ലെവലിലേക്ക് പോകാൻ സാധിക്കും. സോ കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ ന്യൂട്രൽ സ്ട്രീം അപ്പായതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ POC VWAP നിൽക്കുന്നത് POC വന്ന് നിൽക്കുന്നത് 24,577 ഭാഗത്തും VWAP നിൽക്കുന്നത് 532 ഭാഗത്തും. ഈ ഭാഗത്ത് ഒരു സിംഗിൾ പ്രിന്റ് ചെറുതായിട്ടുണ്ട്. 24,744 ഭാഗത്ത് ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 850 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാനും ആ സിംഗിൾ പ്രിന്റിന് താഴെ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ 24,577 നിഫ്റ്റിയുടെ POC വരുന്നത്. അതേപോലെ VWAP വരുന്നത് 24,538. സോ നമ്മുടെ നിഫ്റ്റിയുടെ ബുള്ളിഷ് അപ്പർ എന്ന് പറഞ്ഞാൽ 24,850 ആണ്. 850യുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് 24,962 അതിന് മുകളിൽ നിൽക്കുമ്പോൾ 25,093 ഭാഗത്തേക്കും പോകുവാനും, ഇനി ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു 24,745 എന്ന് പറഞ്ഞ ആ സിംഗിൾ പ്രിന്റിൻ്റെ ഭാഗമാണ്. 740 അല്ല 740 24,740. സോ ഈ 740 താഴെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെങ്കിൽ ഈ പറഞ്ഞ 656 അതിന് താഴെ ഈ സിംഗിൾ പ്രിന്റുകൾ, അതായത് ഇന്നലത്തെ POC കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC ആയി 577 VWAP 538 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ്. ഈ ലെവൽസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ഓർഡർ ഫ്ലോ വെച്ച് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയി ട്രേഡ് ചെയ്യാൻ പറ്റും. സോ മെനിങ്ങാന്ന് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്തുകൊണ്ട് ലെവൽ ട്രേഡിംഗ് യൂസിങ് ഓർഡർ ഫ്ലോ വെച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ഒരു ക്ലാസ് ഇന്നലെ ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സോ പങ്കെടുത്തവർക്ക് ഞാൻ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുത്തായിരുന്നു എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ഈ വരാൻ പോകുന്ന സാറ്റർഡേയിൽ അതിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുത്തതിനെക്കുറിച്ച് അറിയണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തമ്പനിയിൽ
കാണിച്ചിരിക്കുന്ന നമ്പറായ 8129387171 എന്ന് പറഞ്ഞ ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. സോ ഞാൻ നിഫ്റ്റി 25,000 വരുമോ എന്ന് ചോദിച്ചതിൻ്റെ ആൻസറായ 24,850 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി ഈ 24,740 താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്നലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസൊക്കെ നിഫ്റ്റി തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ഫില്ല് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 24,740 താഴെ 24,656, 24,577, 24,530 VWAP POS ഇൻഡസ്ട്രി ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എൻ്റെ ഒരു മാർക്കറ്റിൻ്റെ വ്യൂ. ഈ വരാൻ പോകുന്ന ഒരാഴ്ചയിൽ കുറേ ന്യൂസ് ഉണ്ട്. ഈ വരാവുന്ന 18th നമ്മുടെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. അതായത് 18ാം തീയതി വെളുപ്പാങ്കാലത്ത്, അതായത് വ്യാഴാഴ്ച വെളുപ്പാങ്കാലത്ത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പേ അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ നാളെ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ ഒന്നായ എക്സ്പോർട്സിൻ്റെ കാര്യത്തിനെ കുറിച്ച് വരുന്നുണ്ട്. വൈകിട്ട് ട്രേഡ് ബാലൻസ് വരുന്നുണ്ട്. അതുകൂടാതെ കാലത്ത് 10:30 മണിയാകുമ്പോൾ മാനുഫാക്ചറിങ് PMIയും സർവീസസ് PMIയും ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ നമുക്ക് ഉച്ച വരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാവുന്ന ഡേറ്റാസൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ ഈ വെള്ളിയാഴ്ച വരെ ഞാനൊരു വോൾട്ടാലിറ്റി ഉള്ളൊരു മൂവ്മെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയ വോൾട്ടാലിറ്റി പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണ്, ഈ വിക്സ് താഴേക്ക് ഇറങ്ങിയാണ് വീണ്ടും നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച കയറിയതിനു ശേഷം വിക്സ് താഴേക്ക് ഇറങ്ങി ഏകദേശം 13.05 ക്ലോസ്. ചുരുക്കി പറഞ്ഞ വിക്സ് താഴേക്ക് വരുന്നത് ഒരു ഡേഞ്ചർ സൈനാണ്. ആസ് എ ഓപ്ഷൻ ബയർ നമുക്കൊരു ട്രെൻഡ് ക്യാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഈ പ്രീമിയം ഈറ്റിങ്ങിൽ പെട്ട് നമ്മുടെ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു ട്രെൻഡ് ക്യാച്ചിങ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച വരെ നല്ലൊരു മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ജാനുവരി 5-ാം തീയതി 6-ാം തീയതി വരെ പിന്നെ നമ്മുടെ ക്വാർട്ടർലി Q3 റിസൾട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ജാനുവരി 6-ന് ശേഷമായിരിക്കും. അതിനുശേഷമായിരിക്കും ഇനി മാർക്കറ്റിൽ മൊമെൻറ്റം വരാൻ പോകുന്നത്. സോ എൻ്റെ മിക്കവാറൊക്കെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ട്രേഡിംഗ് ഇല്ലായിരുന്നു. കാരണം മാർക്കറ്റ് കൊള്ളില്ലായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ട്രേഡിംഗ് എടുത്തു, ലോസ് വന്നു, അത് പ്രോഫിറ്റ് വന്നു. ഓവറോൾ ഒരു ട്രെൻഡ് ചെറിയൊരു പ്ലസ്സിൽ കവറായി എക്സിറ്റായി മാറുകയാണ് ചെയ്തത്. എൻ്റെ ട്രേഡിംഗ് മിക്കവാറും ഈ ആഴ്ചയും കൂടെ കാണുന്നത് കഴിഞ്ഞ് ഞാനൊരു ഓഫ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രേഡിങ്ങിന് ഓഫ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ ഒക്കെ തരുന്നതാണ്. പക്ഷേ ട്രേഡിംഗ് ഞാനൊരു ഓഫ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ്സ് ഇല്ല. കാരണം അമേരിക്ക, യൂറോപ്പ് എവരിത്തിങ് ഗോസ് ഓൺ ഹോളിഡേ. ദെൻ വൈ ഷുഡ് ഐ വാണ്ട് ടു ട്രേഡ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസിന് ആൻസർ അവിടെയാണ്. എനിക്ക് ട്രേഡ് താല്പര്യമില്ല. ജാനുവരി 6 കഴിയുമ്പോൾ വീണ്ടും റിസൾട്ട്സ് വരും. ആ റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റ് വേണ്ടി ആക്റ്റീവായി തുടങ്ങും. പിന്നെ പ്രീ ബജറ്റ് റാലി, അതിനുശേഷം പോസ്റ്റ് ബജറ്റ് മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ജാനുവരി 5-ാം തീയതി 6-ാം തീയതിക്ക് ശേഷം നല്ലൊരു മൂവ്മെൻറ്റം, പിന്നെ അങ്ങോട്ട് അടുത്ത മാർച്ച് വരെ കിഡിലെ മൂവ്മെൻറ്റം പ്രതീക്ഷിക്കാവുന്ന ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ വിക്സ് കുറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓപ്ഷൻ ബയറെ സംബന്ധിച്ചൊരു നെഗറ്റീവായ സംഗതിയാണ്. ട്രെൻഡ് ക്യാച്ച് ചെയ്യാൻ മാത്രം ട്രേഡ് ചെയ്യുക, പൈസ എടുക്കുക, പോവുക. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ നിഫ്റ്റി പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയും സെയിം അതേപോലെയാണ്. ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് നിഫ്റ്റിയെ പോലെ POCക്ക് മെർജ് ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ 53,160 ഭാഗത്ത് POC ഉണ്ട്, 53,027 ഭാഗത്താണ് നമ്മളെ VWAP ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഈ 53,800 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈക്ക്, ബാലൻസ് ഏരിയയുടെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,974, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,060, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,256 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയെ സമയത്ത് നോക്കുന്ന സമയത്ത് 53,850 ബുള്ളിഷ് അപ്രൈസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,974, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,460, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,257 ഭാഗത്തേക്ക് പോവാം. സോ 53,160, 53,027 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC VWAP നിൽക്കുന്നത്. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ഓർത്തുകൊള്ളുക. 53,400 കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ സെയിം ബെയറിഷ് റെഫറൻസ് ഇപ്പോഴും ആക്റ്റീവാണ്. 53,400 താഴെ, ഈ 53,400 താഴെ ഞാൻ സെല്ലിംഗ് ഉണ്ട്. 53,400 താഴെ ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POCയുടെ ഭാഗത്തും ഈ VWAPന്റെ ഭാഗത്തേക്കും ഒരു റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 53,400 താഴെ നിൽക്കുകയാണെങ്കിൽ 53,160, 53,027, അതിന് താഴെ 52,900 എന്ന് പറഞ്ഞ 900 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോലെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ബെയറിഷ് റെഫറൻസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ ഫാസ്റ്റിൽ കയറിപ്പോയ
ആ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് ഒരു ഫില്ലിംഗ് നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾ ഈ ലെവലിട്ട് വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ 5 മിനിറ്റ്സ് ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ ആ സമയത്ത് അവിടെ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. കാരണം മാർക്കറ്റ് ആസ് എ കോണ്ടക്സ്റ്റ് ട്രേഡർ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ലെവൽ അറിയാം. ഇതിന് മുകളിൽ പോയാൽ ഇതുവരെ പോകും, അല്ലെങ്കിൽ ഇതിന് താഴെ വന്നാൽ ഇതുവരെ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് ലെവൽസ് അറിയാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കൺഫർമേഷൻ ടൂളായിട്ട് ഓർഡർ ഫ്ലോ ഉപയോഗിച്ചാണ് നമ്മൾ റൂമിലേക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഈ വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഓർഡർ ഫ്ലോയെയും മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വീഡിയോ നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്, പഴയ വീഡിയോ കിടപ്പുണ്ട്. ഫുള്ള് ബിഗിനിങ് ടു എൻഡ് വരെയുള്ള എല്ലാ വീഡിയോയും കിടപ്പുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ വേണ്ടി ആ വീഡിയോസ് എടുത്ത് കാണുക, വീണ്ടും വീണ്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് വരും. ആ ഡൗട്ടുകളൊക്കെ ഞാൻ പറഞ്ഞ നമ്പറിൽ എന്നെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.